പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ കാര്യം എന്താണെന്നറിയാമോ? പണത്തെ പറ്റിയിട്ടുള്ള 8 നിയമങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമാണ് എന്തിനെ? മണിയെ. മണി ഇഷ്ടം പോലെ ഉണ്ടാവണം, നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തണം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു മണിയെ പറ്റിയുള്ള 8 നിയമങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്യാഷ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷ് നിന്ന് ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മൾക്ക് വേണ്ടി ക്യാഷ് എടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ചെയ്യും. ആൾക്കാർക്ക് ശമ്പളം കൊടുക്കും. അവരെല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യും. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും അവസാനം എടുക്കുന്ന കാര്യം എന്താ? അവരുടെ ശമ്പളം അവരെടുക്കില്ല. കാര്യം എൻ്റെ കമ്പനി വലുതായി വലിയ വലിയ സംഭവമായിട്ട് എടുക്കാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യരുത്. നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരു പേ ഫസ്റ്റ് എന്നുള്ളൊരു പോളിസി കൊണ്ടുവരണം. കാര്യം നമ്മൾക്ക് ഈ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു എൻഡിയർ ക്യാഷ് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകലല്ല നമ്മുടെ പണി. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ക്യാഷ് എടുത്തിട്ട് വണ്ടി മേടിക്കലോ വലിയ കാറ് മേടിക്കലോ വീട് വെക്കലോ ഒന്നുമല്ല. നമ്മൾക്ക് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആസ് എ ഓണർ നമുക്കൊരു സാലറി ഫിക്സ് ചെയ്യാം. നമ്മളുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനും നമ്മൾക്ക് നന്നായിട്ട് ജീവിക്കാനും ആവശ്യമുള്ള ഒരു സാലറി ഫിക്സ് ചെയ്യാം. അതിൽ ആ ഒരു സാലറി ഫിക്സ് ചെയ്തിട്ട് അത് ഏറ്റവും ആദ്യം എടുക്കുന്ന ലെവലിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യാം. എഗെയിൻ നമ്മൾ എന്തിനു വേണ്ടി പണം എടുക്കേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, നമ്മൾക്ക് പഠിക്കാനായിട്ട്, നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഇവയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ വരുമാനത്തെ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ പണത്തെ നമ്മൾ എന്ന് നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങണോ, അന്ന് തന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പണത്തെ ഉപയോഗിക്കാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മൾ ഓൾമോസ്റ്റ് സമ്പാദിക്കാൻ തുടങ്ങുന്നു, ആ സമ്പാദിക്കാൻ തുടങ്ങണ അന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ലോങ് ടേം ഗോള് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക്, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു മില്യനെയർ ആവണമെന്ന്. ബിസിനസ് തുടങ്ങിയ കാലം തൊട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലേക്ക് സ്റ്റേബിൾ ആവണം, ക്യാഷ് ഉണ്ടാക്കണം. ഞാൻ 1992 ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ ആ ഒരു ഗോള് വെച്ചപ്പോൾ എന്താ ഗുണം ഉണ്ടായെന്നറിയാമോ? എനിക്കൊരു നല്ല രീതിയിലേക്ക് വളരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് എൻ്റെ ബിസിനസ് വെച്ചിട്ട് ഗ്രോ ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ മണിയെ ഗ്രോ ചെയ്യിക്കാൻ, മാനേജ് ചെയ്യാൻ, നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വർക്ക് ചെയ്യുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല. നമ്മൾക്ക് കിട്ടുന്ന ക്യാഷിൽ നിന്ന് 20%, 30% നമ്മളുടെ ലോങ് ടേം ബക്കറ്റ് ലിസ്റ്റിലേക്ക്, നമ്മളുടെ റിട്ടയർമെന്റിലേക്ക് മാറ്റിവെക്കാം. അപ്പൊ അത് നമ്മൾ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് പണത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾക്കൊരു വരുമാനമുണ്ട്, 1,00,000 രൂപ കിട്ടണമെന്ന് വിചാരിക്കും. ആ 1,00,000 രൂപ നമുക്ക് കിട്ടുമ്പോൾ ആ 1,00,000 രൂപയുടെ താഴെ നമ്മളുടെ എക്സ്പെൻസ് നിർത്താൻ നോക്കണം. അല്ലാതെ കിട്ടുന്ന ക്യാഷ് 1,00,000 ആണെങ്കിൽ 2,00,000 രൂപയുടെ എക്സ്പെൻസ് ഉണ്ടാക്കുക, ക്രെഡിറ്റ് കാർഡിൽ മേടിക്കുക, ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തായിട്ട് പോകും? നമ്മൾ റോഡിൽ പോകേണ്ട അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് ചെലവ് ചെയ്യണ ലെവലിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചെലവ് ചെയ്യണതിന് മുമ്പ് നമ്മൾ എന്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു? ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണം. അപ്പൊ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും പണം വേണം. എന്തുകൊണ്ടാണ് പണം ഇമ്പോർട്ടന്റ്? നമ്മുടെ ലൈഫ് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ജീവിക്കണമെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മൾക്ക് നേടണമെങ്കിൽ പണം വേണം. പക്ഷെ ഈ ഒരു പണത്തിന്റെ ഒരു അടിമയാവാൻ നമ്മൾ പാടില്ല. കാര്യം പണത്തെ നമുക്ക് ലിവറേജ് ചെയ്യണം. നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷെ പണമാണ് പ്രധാനം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ അടിമയാണെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നെ പോയതാണ്. അപ്പൊ അത് നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ആ ഒരു കാര്യം ഓർക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറേ പണമൊക്കെ ഉണ്ടാക്കുമ്പോൾ, നമ്മൾക്ക് ഈ പണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിനെ പറ്റി ഒന്ന് ചിന്തിക്കണം. എന്നിട്ട് ഈ പണം കൊണ്ട് എന്തൊക്കെ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ജീവിക്കാൻ മറന്നു പോകും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാശ് ഉണ്ടാക്കുന്നത് വളരെ നല്ല രീതിയിൽ നല്ലതാണ്, സേവ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഈ സേവ് ചെയ്യണ കാശ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവണ്ടേ? നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ജീവിതം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഉള്ളൂ. അപ്പം ഈ ഒരു കാശ് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് വെച്ചിട്ടുള്ള ഗോളുകളും പ്ലാനുകളും സെറ്റ് ചെയ്യുക.
അന്നേരം അത് വെച്ചിട്ട് നിങ്ങൾ അതിനെ ഉപയോഗിക്കുക. കാര്യം ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വല്ലവർക്കും വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാതെ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പണത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. മെജോറിറ്റി ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അത് മൈൻഡ്ഫുൾ ആയിട്ട് അത് ചെയ്യുക. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പണത്തെ വളരെ എപ്പോഴും സൂക്ഷിക്കണം. അതിൻ്റെ ഒപ്പം നമ്മൾ എന്താ വിചാരിക്കേണ്ടത്, നമുക്കിപ്പോൾ നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എല്ലാം നന്നായി പോകുന്നുണ്ട്. പക്ഷേ ഇപ്പൊ കോവിഡ് വന്നു. നമുക്ക് ഒത്തിരി അധികം പ്രശ്നങ്ങൾ പല ആൾക്കാർക്കും വന്നു. അപ്പൊ നമ്മൾക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാവുകയാണ്. ഒരു 3 മാസത്തേക്ക്, 1 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് ഒക്കെ ഉള്ളൊരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒന്നും പേടിക്കണ്ട. കാര്യം എന്താ, നമ്മളുടെ കാര്യങ്ങൾ വളരെ സേഫറാണ്. ഒരു ജോലി പോയാലോ, ഒരു രോഗം വന്നാലോ, എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മളെ ടേക്ക് കെയർ ചെയ്യാനുള്ള മെക്കാനിസം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എമർജൻസി ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ജീവിതം സുഗമമായിട്ട് നടത്തണേന്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 മാസത്തെ എമർജൻസി ഫണ്ടിൽ തുടങ്ങുക. കഴിയുന്നതും അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റ് ചെയ്ത് എത്ര നമുക്ക് അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കിയിടാൻ പറ്റുമോ അത്രയും നമ്മളുടെ ജീവിതം, ബിസിനസ്സിനും നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം. ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ആൾക്കാരെല്ലാം വിചാരിക്കുന്ന കാര്യമുണ്ട്, എനിക്ക് കുറച്ചധികം കാശ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരും. ഒരു ലോൺ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, കാശ് എത്ര കിട്ടുന്നു എന്നുള്ളതല്ല, ആ ക്യാഷിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ക്യാഷിനെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ശീലം, നല്ല ശീലം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര വലിയ ധനം കിട്ടിയാലും നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം പണത്തെ നമ്മൾക്ക് നിലനിർത്തണം. പണം വെച്ചിട്ട് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പണത്തെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ എത്ര കാശ് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, ആ കിട്ടുന്ന ക്യാഷിനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, എത്ര നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ നമ്മൾക്ക് പറ്റുന്നുണ്ട്, ഇവ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയെല്ലാം സ്കിൽ സെറ്റാണ്. നമ്മൾക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാവുകയും നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു സ്കില്ല് നേടാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ മാറ്റിവെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾക്കൊരു മില്യനിയർ ആവാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ഗോളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ റിയാലിറ്റി ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ഏതാ വേണ്ടതെന്ന് എന്തായാലും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട്, ഒത്തിരി നല്ല സപ്പോർട്ടാണ് നിങ്ങൾ എല്ലാവരും തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്തതിന് എൻ്റെ നന്ദി.